നാളത്തെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് അതിൽ നിന്നും നെഗറ്റീവ് പ്രവൃത്തിയാണോ പോസിറ്റീവ് പ്രവൃത്തിയാണോ എന്ന് എഴുതി കൊടുക്കാൻ. അപ്പൊ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? എന്താണ് ഈ നെഗറ്റീവ് പ്രവൃത്തി, എന്താണ് ഈ പോസിറ്റീവ് പ്രവൃത്തി എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ 2 ടൈപ്പ് വർക്കുകളാണുള്ളത്, പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും. നമുക്കറിയാം വർക്കിൽ വളരെ പ്രധാനപ്പെട്ട 2 പേരാണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും, ബലവും സ്ഥാനാന്തരവും. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അത് പോസിറ്റീവ് വർക്ക് ആയിരിക്കും. ഇനി ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ് വർക്ക്, നെഗറ്റീവ് പ്രവൃത്തി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഈ ടേബിൾ ഇതാ ഈ കുട്ടി അങ്ങ് മുന്നേട്ട് ഇങ്ങനെ തള്ളി നീക്കുന്നുണ്ട് അല്ലെ. അപ്പൊ കുട്ടി അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നു, ടേബിൾ എന്താകുന്നുണ്ട്? മുന്നേക്ക് അനങ്ങുന്നുണ്ട്. സോ ദിസ് ഈസ് പോസിറ്റീവ് വർക്ക്. ഇനി നോക്കൂ, ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. നോക്കൂ, വണ്ടിയിൽ ആളുണ്ട്, ഡ്രൈവർ ഉണ്ട്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് വണ്ടി ഇങ്ങോട്ടാണ് നീങ്ങി വരുന്നത് അല്ലെ, ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ മുന്നിൽ ഒരാൾ വന്നിട്ട് അങ്ങനെ പോണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുക. അപ്പൊ ഇയാൾ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടും, വണ്ടിയുടെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്, മുന്നേക്കുമാണ് അല്ലെ. ഫോർ ദിസ് ഈസ് നെഗറ്റീവ് വർക്കാണ്, നെഗറ്റീവ് പ്രവൃത്തിയാണ്. സോ ഇനി നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോകാം. ഫസ്റ്റ് ചോദ്യമാണ്, തറയിൽ നിന്നും ഒരു ബ്ലോക്ക് ഉയർത്തുമ്പോൾ ആ ബ്ലോക്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന വർക്ക്. ഓക്കെ, ഇയാൾ എന്ത് ചെയ്യാണ്? ഒരു ബ്ലോക്കിനെ മുകളിലേക്ക് ഉയർത്തുകയാണ് അല്ലെ. ഉയർത്തുമ്പോൾ ഇയാൾ എങ്ങോട്ടാ ഫോഴ്സ് കൊടുക്കുന്നത്? ഞാനൊരു സാധനത്തിന് ഉയർത്തുമ്പോൾ ഞാൻ മുകളിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത് അല്ലെ. ഇങ്ങോട്ടാണ് ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ബ്ലോക്ക് എങ്ങോട്ടാ വരുന്നത്? ബ്ലോക്ക് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഇങ്ങനെ നീങ്ങി വരും അല്ലെ, മുകളിലേക്ക് ഇങ്ങനെ വരും ബ്ലോക്ക്. സോ രണ്ടും ഒരേ ഡയറക്ഷനിലായത് കൊണ്ട് തന്നെ ഇതെന്താണ്? പോസിറ്റീവ് വർക്കാണ്, പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഒരു ബ്ലോക്കിനെ ഉയർത്തുമ്പോൾ ആ ബ്ലോക്കില് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തിയാണ്. നമ്മളിതിനെ ഉയർത്തുമ്പോൾ ബ്ലോക്ക് എങ്ങോട്ടാ അനങ്ങുന്നത്? ബ്ലോക്ക് മുകളിലേക്ക് ഇങ്ങനെ നീങ്ങി വരും അല്ലെ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൾവേസ് താഴേക്കാണ്. സോ ഇവിടെ പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കും, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കുമാണ്. സോ ഒരാൾ ഇങ്ങോട്ടും മറ്റാൾ ഇങ്ങോട്ടും. സോ ദിസ് ഇസ് എ കേസ് ഓഫ് നെഗറ്റീവ് വർക്കാണ്, നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഇനി നിങ്ങളുടെ ചോദ്യമാണ്, ഒരാൾ ഇങ്ങനെ നിർബാധം താഴേക്ക് വീഴാണ്, ഫ്രീലി ഫോൾ ആണ്. ആ സമയത്ത് അയാൾ താഴേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവ് വർക്കാണോ നെഗറ്റീവ് വർക്കാണോ എന്ന് താഴെ കമന്റ് ചെയ്യുക. നോക്കട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന്.